بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ടായുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുക എന്നത് സുനിശ്ചിതമായ കാര്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതിനു പുറമെ ഇബ്ലീസ് അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ഉടമ്പടി പ്രകാരം അവൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവസ്ഥയിലൂടെ ജീവിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ പാപം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ പാപം സംഭവിക്കുന്നു എന്നതിന്റെ കൂടെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൊറുത്തു തരും എന്ന വിചാരം പാപമോചനത്തിലേക്ക് ഒരു സത്യവിശ്വാസിയെ എത്തിക്കുകയാണ്. അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ ചോദിക്കുക എന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അവനവന്റെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് കരയുന്ന ആ കണ്ണുനീരിന് അള്ളാഹു വില കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നരകത്തിന്റെ ആളി ജ്വലിച്ചു നിൽക്കുന്ന തീയുടെ ആ വലിയ കാഠിന്യതയെപ്പോലും വളരെയധികം ശക്തമായ രീതിയിൽ കെടുത്തിക്കളയാനുള്ളതായ ശക്തി ഒരു സത്യവിശ്വാസി അള്ളാനെ ഭയന്ന് കരഞ്ഞപ്പോ വന്ന കണ്ണുനീരിനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ചിന്തനീയമായ ഒരു വചനം ഇമാം ബുഖാരി, മുസ്ലിം അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹുമാ. ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുതിബ അല ഇബ്നി ആദമ നസീബുഹു മിനസ് സിന മുദ്രികുൻ ദാലിക ലാ മഹാല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ്യഭിചാര തുല്യമായ തെറ്റാണ് ഓരോ മനുഷ്യനിലും അള്ളാഹു നിർബന്ധമാക്കി വെച്ചിരിക്കുന്നത്. അത് ചെയ്തേ പറ്റൂ. അള്ളാഹു അങ്ങനെ ആ രീതിയിൽ മനുഷ്യനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുദ്രികുൻ ദാലിക ലാ മഹാല, നിസ്സംശയം അത് മനുഷ്യൻ തന്നെ ചെയ്യും. കണ്ണിന്റെ വ്യഭിചാരം അല്ലെങ്കിൽ വ്യഭിചാര തുല്യമായ കുറ്റം ഹറാമായ നോട്ടമാണെന്നും, കാതിൻ്റെത് ഹറാമായ കേൾവിയാണെന്നും, നാവിൻ്റെത് ഹറാമായ സംസാരമാണെന്നും, അതുപോലെ തന്നെ കയ്യിൻ്റെത് ഹറാമായ പിടിക്കൽ, സഹായിക്കൽ, എടുക്കൽ, കൊടുക്കൽ ഒക്കെയാണെന്നും, കാലിൻ്റെത് സഞ്ചാരമാണെന്നും, ഹറാമിലേക്കുള്ള സഞ്ചാരം, ഹൃദയം ആഗ്രഹിക്കുന്നു, ഹൃദയത്തിന്റെ തെറ്റ്, ഹൃദയത്തിന്റെ വ്യഭിചാര തുല്യമായ കുറ്റം മോഹിക്കലാണെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥ വ്യഭിചാരം എന്നതിലൂടെ ലൈംഗിക അവയവത്തിലൂടെ ചിലപ്പോൾ സംഭവിക്കാതെയും പോകുന്നുണ്ട്. മനസ്സിൽ ഹറാം ആഗ്രഹിക്കുന്നു, പക്ഷെ ലൈംഗിക അവയവത്തിലൂടെ സംഭവിക്കാതെയും പോകുന്നുണ്ട്. അങ്ങനെ അള്ളാഹു കാവൽ കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവെ വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിലൂടെ ജീവിക്കുന്ന മനുഷ്യന്റെ ഇബാദത്തിന് ഇരട്ടി പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനെ സദാസമയം ഇബാദത്ത് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് അങ്ങനെയാ പഠിപ്പിച്ചു തന്നത്. മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് മലക്ക് ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ മനുഷ്യന്റെ ഇബാദത്തിന് അള്ളാഹു പരിഗണന കൊടുക്കുന്നത് മനുഷ്യൻ തെറ്റിനെ അവഗണിച്ച് ശരിയിലേക്ക് പോകുന്നു എന്നുള്ള പരിഗണനയാണ്. മലക്കിൻ്റെത് ശരിയിലേക്ക് മാത്രം പോവാനേ കഴിയൂ. ആ അവസ്ഥയിലുള്ള മലക്കുകളെക്കാൾ മനുഷ്യൻ വലിയവനാണ്. മനുഷ്യനെ അള്ളാഹു ആദരിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. വലഖദ് കറംനാ ബനി ആദം. അതുപോലെ തന്നെ ശാരീരിക ഘടനയിൽ, ആകാര ഭംഗിയിൽ അള്ളാഹു മനുഷ്യനെ വ്യത്യസ്തനാക്കുകയും അവിടെയും അള്ളാഹു മനുഷ്യന് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.
ഒരു ചൊവ്വായ രൂപത്തിൽ അള്ളാഹു മനുഷ്യ ശരീരത്തെ പടച്ചു എന്ന്. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യർ. അതുകൊണ്ടാണല്ലോ ലോകത്ത് വന്നുപോയ എല്ലാ നബിമാരെയും മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ അള്ളാഹു വിശേഷ ബുദ്ധി നൽകി. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യർ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും സർവ്വ സൃഷ്ടി ചരാചരങ്ങൾക്കും പ്രവാചകനാണ്, നബിയാണ്, റസൂലാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ നിന്നാണ്. ഈ മനുഷ്യനോട് അള്ളാഹുവിന് വല്ലാത്ത സ്നേഹമുണ്ട്. അള്ളാഹു ഒരിക്കലും തീയിലിട്ട് ചുടാനല്ല മനുഷ്യനെ പറ്റി ആലോചിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ മനുഷ്യനെ കളിപ്പിക്കാനും രസിപ്പിക്കാനും ചിരിപ്പിക്കാനുമാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷം റഹ്മാൻ എന്നുള്ളതാണ്. അള്ളാഹു കരുണയുള്ളവനാണ്, സ്നേഹമാണ്, അലിവാണ്. അള്ളാഹു ആർദ്രതയാണ്. അള്ളാഹു വളരെയധികം സന്തോഷിപ്പിക്കുന്ന, വളരെയധികം സഹായിക്കുന്ന, വളരെയധികം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, കൂടെ ഉണ്ട് എന്ന് നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുത്താണ് അള്ളാഹു. റബ്ബ് നമ്മോട് കരുണ ചെയ്യട്ടെ. ഈ അള്ളാഹുവിലേക്ക് തെറ്റ് ചെയ്ത മനുഷ്യന് അടുക്കാൻ കഴിഞ്ഞാൽ തെറ്റുകളെ അള്ളാഹു വേറൊരു രൂപത്തിലേക്ക് മാറ്റും. അള്ളാഹു അവന്റെ തെറ്റുകൾക്ക് എത്ര എണ്ണവും വലിപ്പവും അവൻ തൗബ ചെയ്യുന്നതിന് മുമ്പ് കൽപ്പിച്ചിരുന്നു, അതേ സ്ഥാനത്തുള്ള നന്മ കൊടുത്തുകൊണ്ട് ആ തെറ്റുകൾ അള്ളാഹു മാച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് ഒന്ന് കരയാൻ കഴിഞ്ഞാൽ, ആ തെറ്റുകളെ ഓർത്ത് റബ്ബിനോടുള്ള ഭയപ്പാട് കൊണ്ട് ഒന്ന് കണ്ണുനീരൊലിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇബ്ലീസിന്റെ കെണിവലയത്തിൽ പെട്ടതിൽ ഖേദിച്ചുകൊണ്ട് ഒന്ന് അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന ഒരു താല്പര്യമുണ്ടായാൽ, നമ്മുടെ ഇബാദത്തിന്റെ വലിപ്പം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുകയില്ല. നമ്മുടെ ഇബാദത്തിന് വലിയ വലിപ്പമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിലേക്ക് ഖേദിക്കുന്ന ഒരു മനുഷ്യന് അയാളുടെ ഇബാദത്തിനെ കുറിച്ച് വലിപ്പം തോന്നൂല. അങ്ങനെ ഇബാദത്തിന്, സ്വന്തം ഇബാദത്തിന് വലിപ്പം തോന്നിയിരുന്നുവെങ്കിൽ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടുമായിരുന്നില്ല. ഇലാഹി അബ്ദുകൽ ആസി അതാക മുഖറം ബിദ്ദുനൂബി വഖദ് ദഅക വഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലു വഇൻ തത്റുദ് ഫമൻ യർഹം സിവാക. അല്ലാഹുവേ, നിന്റെ പാപിയായ അടിമ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ചെയ്ത എല്ലാ തെറ്റുകളെയും സമ്മതിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. റബ്ബേ, നീ പൊറുക്കണമല്ലാ, നിനക്ക് മാത്രമാണ് അതിന് കഴിയൂ. നീ എന്നെ ഇനി ആട്ടി ഓടിച്ചാൽ എനിക്ക് ആരാണ് ഇനി കരുണ ചെയ്യാ? ഒരു സ്വഹാബി പ്രമുഖന്റെ മഹാന്മാരായ ഖുലഫാ ഉർ-റാഷിദീങ്ങളിൽ പ്രധാനിയായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പകരക്കാരനായി ഹിജറയുടെ വേളയിൽ അവിടുത്തെ ശരീരത്തിന് കാവലായി കട്ടിലിൽ ആ പുതപ്പിന്റെ അടിയിൽ കിടന്നുകൊടുത്ത പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ജീവിതം കൊടുത്ത അലി റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാട് ഈ അർത്ഥത്തിലായിരുന്നു. മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു. തെറ്റുകളെ കുറിച്ച് അവർ ഓർക്കുമ്പോൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, റബ്ബിനോടുള്ള ഭയപ്പാട് ഹൃദയത്തെ കീഴടക്കുമ്പോൾ കണ്ണീരിങ്ങനെ ഒലിക്കും. സ്വഹാബികളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണി പറയുമ്പോൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു മഹാനാണ് ഉഹദിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. വഹ്ശ് റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ഉഹദിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി സർവ്വ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ ഒത്താശകളും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ കൊല്ലാമെന്ന രീതിയിൽ മുന്നോട്ട് വന്ന ആളാണ് വഹ്ശി റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് വെട്ടാൻ കഴിഞ്ഞിട്ടില്ല. ചതിപ്രയോഗത്തിലൂടെ പിന്നിൽ നിന്നാണ് ചാട്ടുളി കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വീഴ്ത്തുന്നത്. ചരിത്രം സുദീർഘമാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ പേര് എണ്ണുമ്പോൾ നമ്മൾ അവസാനത്തെ ഗ്രേഡിലേക്കാണ് ഈ സ്വഹാബിയെ ചരിത്രത്തിൽ വായിക്കുക. മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇന്ന വഹ്ശിയൻ ലമാ അസ്ലമ അമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യഗീബ അൻഹു വജ്ഹഹു.
ലിമാ കാന മിൻഹു ഫീ ഹംസത മാ കാന. വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്ശിയെ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെട്ടിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ മാനസികമായ നിലയെ കൊണ്ടുപോകാൻ കഴിയും വിധം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാടിന്റെ സങ്കടം ഹൃദയത്തെ കീഴടക്കിയ മുത്തുനബി വഹ്ശിയോട് പറയുമായിരുന്നു, വഹ്ശി, നീ എന്റെ മുന്നിൽ നിന്റെ മുഖവുമായി വരല്ലേ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന്റെ ഖേദം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല വഹ്ശി. പരമാവധി എന്റെ മുന്നിലേക്ക് വരാതെ മാറി നിൽക്ക്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു എനിക്ക് ഓർമ്മ വരാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയോട് പറഞ്ഞ ആ ഒരു അവസ്ഥയിലുള്ള ഒരു സ്വഹാബിയാണ് വഹ്ശി റളിയല്ലാഹു അൻഹു. എന്റെ മുന്നിലേക്ക് ഇമാം ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിലുണ്ട് ആ സംഭവം. വഹ്ശിയോട് റസൂലുള്ളാഹി കൽപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഗീബ അൻഹു വജ്ഹ. വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തണം. കാരണം ഓർമ്മ വരും, ലിമാ കാന മിൻഹു ഫി ഹംസത മാ കാന. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടം ഓർമ്മ വരുമ്പോൾ വഹ്ശിയോട് മാറി നിൽക്കാൻ പറയലുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മുത്തായ നബിയുടെ വാക്കുകളിൽ ഇങ്ങനെ ഒരു അകലം പാലിക്കും വിധം മാറി നിൽക്കേണ്ടി വന്ന സ്വഹാബിയാണ്. പക്ഷേ ഈ സ്വഹാബിയെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അഹ്മദും ഇമാം നസായി ഇബ്നു മാജ എല്ലാവരും ഉദ്ധരിക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു, ഈ വഹ്ശി റളിയല്ലാഹു അൻഹു തെറ്റാർക്കാ സംഭവിക്കാത്ത? തെറ്റ് സംഭവിക്കുന്നോടത്തല്ലോ, തെറ്റിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാണ് അല്ലാഹു വലിയ പദവി കൊടുക്കുക. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു. ഒരു തെറ്റിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കരഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് എത്തിയ മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനെ പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ഗണത്തിൽ നമ്മെ പെടുത്തട്ടെ. വഹ്ശി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഹബീബ് പറയുമായിരുന്നു, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹഖുല്ലാഹു ഇലാ റജുലൈനി യഖ്തുലു അഹദുഹുമൽ ആഖർ കിലാഹുമാ യദ്ഖുലാനിൽ ജന്ന യുഖാതിലു ഹാദാ ഫീ സബീലില്ലാഹ് ഫയുഖ്തൽ ثم يتوب الله على القاتل فيسلم فيقاتل في سبيل الله فيستشهد. വഹ്ശി റളിയല്ലാഹു അൻഹുവിനെയും ഹംസ റളിയല്ലാഹു അൻഹുവിനെയും താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, രണ്ട് മനുഷ്യന്മാര്, എന്റെ സ്വഹാബികളിൽപ്പെട്ട രണ്ട് ആളുകളെ കാണുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചിരിക്കാണെന്ന്. ഒന്ന് സങ്കല്പിക്കണേ, അള്ളാഹു ചിരിക്കുന്നുവത്രേ. അള്ളാഹു ചിരിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിനോട് ലായിക്കായ രീതിയിലുള്ള ഒരു പ്രതികരണം അള്ളാഹുവിനുണ്ട് ഈ രണ്ടുപേരുടെ കാര്യത്തിൽ. എന്താണ് ഈ രണ്ടുപേരുടെ പ്രത്യേകത? ഒരാൾ മറ്റേയാളെ കൊന്നതാണ്, മരിച്ചുപോയ ആൾ ഏതായാലും ഷഹീദാണ്, സയ്യിദ് ശുഹദയാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. കൊന്നയാൾക്ക് അള്ളാഹു തൗബ കൊടുത്തു. എന്നിട്ടോ കൊന്നയാൾക്ക് അള്ളാഹു സുമ്മയതൂബുല്ലാഹു അലൽ ഖാതിലി, കൊന്നയാൾക്ക് അള്ളാഹു തൗബ കൊടുത്തു. അയാൾ മുസ്ലിമായി, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വീണ്ടും യുദ്ധം ചെയ്തു, പിന്നീട് ഷഹീദായി. ഫയസ്തശ്ഹിദു. ഈ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന കയ്യ് ഉയർത്തിയിട്ട് പറയും, ഈ കയ്യ് കൊണ്ട് ഞാൻ ഹംസയെ കൊന്നാൽ പകരമായി ഞാൻ ഈ കയ്യ് കൊണ്ട് ഞാൻ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നിട്ടുണ്ട്. കള്ളപ്രവാചകനായി വന്ന് പ്രവാചകത്വം വാദിച്ച ഇസ്ലാമിന്റെ വൈരിയായിരുന്ന മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ കൊന്നത് വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. പറയുമായിരുന്നു, വഹ്ശി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഖത്തൽതു ബിയദി ഖൈറൻ നാസി വ ഖത്തൽതു ബിഹാ ശർറൻ നാസ്. എന്റെ കൈ കൊണ്ട് ഞാൻ ഏറ്റവും നല്ല ഒരു മഹാനെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈ കൊണ്ട് ഞാൻ പകരമായി ഒരു ഏറ്റവും വൃത്തികെട്ട ദീനിന്റെ ശത്രുവിനെയും ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. ഇവർക്കൊക്കെ അള്ളാഹു തൗബ കൊടുത്തതാണ്. ഇവർക്കൊക്കെ ഇവർ അള്ളാഹുവിന്റെ മുന്നിൽ കരയാൻ മടി കാണിച്ചവരല്ല. റബ്ബിന്റെ മുന്നിൽ കരയാൻ മടി കാണിക്കാതിരിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ തേടാ. രണ്ട് സ്വർഗ നമുക്ക് അള്ളാഹു വെച്ചത്, ഒരു സ്വർഗല്ല, രണ്ട് സ്വർഗം. കരയണം.
ഈ കണ്ണിന്റെ ഈ രോമങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ فبأي آلاء ربكما تكذبان ذواتا أفنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان. ഈ ആയത്തുകൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മനോഹരമായ അധ്യായത്തിന്റെ വചനങ്ങളാണ്. സൂറത്തുർ റഹ്മാൻ. റബ്ബിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കണം എന്നോർക്കുമ്പോൾ ഭയമുള്ള ആളുകളുണ്ടല്ലോ, അല്ലാഹുവേ അതിലേക്ക് ഞങ്ങൾ ചേർക്കണേ തമ്പുരാനെ. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് മറുപടി പറയണമെന്ന് ഓർക്കുമ്പോൾ മനസ്സിനൊരു പടച്ചലുണ്ട് എങ്കിൽ, അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു കുളിർമയും ഒരു കോരിത്തരിപ്പുമുണ്ട് എങ്കിൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഗസാലി ഉദ്ധരിക്കുന്നത് കാണാം, ആ മനുഷ്യന്റെ പാപങ്ങൾ ഇങ്ങനെ ഇല കൊഴിഞ്ഞു വീഴുന്ന പോലെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന് ഓർക്കുമ്പോൾ പേടി തോന്നുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് 2 സ്വർഗമാണ്, അതായത് സ്വർഗത്തിന്റെ പ്രധാനമായ 2 തോട്ടങ്ങളാണുള്ളത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവേ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ദവാതാ അഫ്നാൻ. 2 തോട്ടങ്ങളിൽ എത്ര വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങളാ ഉള്ളത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ. ആ 2 തോട്ടത്തിൽ 2 പുഴകളുണ്ട്. ആ 2 പുഴ ആർക്കാണെന്നറിയുമോ? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി വെക്കുന്നു, ഐലിമൻ കാനത് ഐനാഹു ഫിദ്ദുനിയാ തജ്രിയാൻ മിൻ മഖാഫത്തില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കണ്ണ് ഒലിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ മനുഷ്യന് വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്നതാണ് ആ 2 തോട്ടം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കാണാം ചില ഖബറുകളില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ചില ഖബറുകളിൽ കാണാം, ഇദാ കാന യൗമുൽ ഖിയാമത്തി യുഖഫുൽ അബ്ദു ബൈന യദൈല്ലാഹി തആല. ഖിയാമത്ത് നാളിൽ, നാളെ മഹ്ശറയുടെ വിസ്താരത്തിന്റെ നേരത്ത് ഒരു അടിമയെ കൊണ്ടുവന്ന, ഒരു മനുഷ്യനെ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തും. നിർത്തിക്കഴിയുമ്പോൾ അവന്റെ കിതാബിനെ അവന്റെ കയ്യിൽ കൊടുക്കും. കിതാബ് നോക്കുമ്പോൾ പടച്ചറബെ അവന്റെ എല്ലാ ചെറുതും വലുതുമായ ധാരാളം തെറ്റുകൾ ആ കിതാബ് ഇങ്ങനെ നിറച്ച് കാണാൻ പറ്റും. അള്ളാഹു വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ കിതാബ് നിറയെ തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇവൻ അള്ളാഹുവോട് ചോദിക്കും, പറയും, മാ ഫഅൽതു ഹാദിഹി സയ്യാത്ത്. അള്ളാഹുവേ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതൊന്നും ഞാൻ ചെയ്തതല്ല. ആ പൊട്ടത്തരം പറയുന്നത് നമ്മളൊക്കെ ആയിരിക്കും ഒരു പക്ഷെ. അള്ളാഹുവേ ഇതൊന്നും ഞാൻ ചെയ്ത തെറ്റല്ല. അള്ളാഹു പറയും ഇന്നലീ ശുഹൂദൻ സിഖാത്ത്. അങ്ങനെ പറയല്ലേ അടിമേ, നീ തെറ്റ് ചെയ്തതിന് വിശ്വസ്തരായ ഒരുപാട് സാക്ഷികൾ എനിക്കുണ്ട്. ആ സാക്ഷികളെ അങ്ങോട്ട് വിസ്തരിക്കും. ഞാൻ സാക്ഷികളെ വിസ്തരിക്കും അള്ളാഹു. നമ്മൾ നിഷേധിക്കുമ്പോൾ അള്ളാഹു സാക്ഷിയെ വിസ്തരിക്കും. ഫയൽതഫിതു ഇലാ യമീനിഹി വശിമാലിഹി ലം യറ അഹദൻ മിനശ് ശുഹൂദ്. അപ്പോഴുണ്ട് ഇവൻ വലത്തേക്കും ഇടത്തേക്കും ചുറ്റുപാടുക്കും മാറി മാറി നോക്കും, ഒരാളെയും കാണാനില്ല സാക്ഷി പറയാൻ. അള്ളാഹുവോട് ചോദിക്കും, റബ്ബി ഐന ഷാഹിദ്. അള്ളാഹുവെ ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് ആരാണിനി സാക്ഷി പറയാനുണ്ടാവാ? അള്ളാഹു പറയും, സാക്ഷിത സംസാരിക്കാൻ പോവാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും
ബിമാ കാനൂ യക്സിബൂൻ. എല്ലാ അവയവങ്ങളും ഇങ്ങനെ അവിടെ സംസാരിക്കാൻ തുടങ്ങും. കണ്ണ് പറയും ഞാൻ കണ്ടതാണ്, കാത് പറയും ഞാൻ കേട്ടതാണ്, ഖൽബ് പറയും ഞാൻ ആലോചിച്ചതാണ്. എല്ലാവരും സംസാരിക്കും. കയ്യിങ്ങനെ സംസാരിക്കും. കയ്യിങ്ങനെ പറയും ഓരോന്നിനും. അർജുലുഹും, ഈ പറഞ്ഞതൊക്കെ സാക്ഷിയായി കാലേറ്റെടുക്കും. ഞാൻ ഇതിനൊക്കെ സാക്ഷിയാണ്. അങ്ങനെ എല്ലാ അവയവങ്ങളും ഇങ്ങനെ പറയും. പറഞ്ഞു കഴിയുമ്പോ ഇവൻ അമ്പരന്ന് പോകും, ഇവൻ അത്ഭുതപ്പെട്ടു പോകും. ആ സമയത്ത് ഈ മനുഷ്യൻ പരിഭ്രാന്തനായി അന്തം വിട്ടു നിൽക്കും. അതായത് ഇവൻ പേടിച്ചരണ്ട് നിൽക്കാണ്. അപ്പോൾ അള്ളാഹു ഈ മനുഷ്യനെ നരകത്തിലേക്ക് വിടാൻ വേണ്ടി കൽപ്പിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഓരോ ഹിക്മത്തുകൾ ഓരോ പ്രവർത്തനങ്ങളിലുമുണ്ട്. ഇവനെ നരകത്തിലേക്ക് വിടാൻ വേണ്ടി നരകത്തിലേക്ക് വിടാൻ തീരുമാനമാകുമ്പോ സാക്ഷി വിസ്താരത്തിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ അവയവങ്ങളുടെ വിസ്താരത്തിന് ശേഷം ശരികൾ ഏറ്റുപറയുന്ന അവയവങ്ങൾ എഴുന്നേൽക്കാം. ശരിയേറ്റു പറയാൻ ഒരു അവയവവും ഇല്ല. ഇവൻ ചെയ്ത നന്മ പറയാൻ ഒരു അവയവവും ഇല്ല. അപ്പോഴുണ്ടല്ലോ ഫയദ്ഹറു മിൻ ഐനൈഹിൽ യുംന ശഅറത്തുൻ വാഹിദത്തുൻ തസ്തഅദിനു മിനല്ലാഹി അൻ തതകല്ലമ. വലത്തെ കണ്ണിന്റെ മുകളിലെ ഇമരോമത്തിൽ ഒരു ഇമരോമം അങ്ങ് എഴുന്നേറ്റ് നിൽക്കും. വേറൊരു അവയവത്തിനും ഒരു നന്മയെയും കുറിച്ച് സാക്ഷി പറയാനില്ല. വലത്തെ കണ്ണിന്റെ ഒരു ഇമരോമത്തിൽ നിന്നും ഒരെണ്ണം എഴുന്നേറ്റ് നിന്നിട്ട് പറയും, അല്ലാഹുവേ റബ്ബേ, ഒന്ന് സംസാരിക്കാൻ അനുവാദം വേണം. അതങ്ങ് സംസാരിക്കാൻ തുടങ്ങും. സംസാരിക്കുമ്പോൾ ആ ഇമരോമം, ഒരു രോമമുണ്ട് കണ്ണിന്റെ ഇമയുടെ ഒരു രോമം എഴുന്നേറ്റിട്ട് അല്ലാഹു ചോദിക്കാണ്, യാ റബ്ബി അലസ്ത ഖുൽത അയ്യു അബ്ദിൻ അഗറഖ ശഅറതൻ വാഹിദതൻ മിൻ അജ്ഫാനിഹി ബിദമുഇ ഐനൈഹി മിൻ ഖശിയതി ഇല്ലാ അൻസൈതുഹു മിനൻ നാർ. റബ്ബേ, നീ പറഞ്ഞിട്ടില്ലേ നിന്റെ ഏതെങ്കിലും ഒരു അടിമ അയാളുടെ കണ്ണിന്റെ ഇമരോമത്തിൽ ഏതെങ്കിലും ഒരു ഇമരോമത്തെ നിന്നോടുള്ള ഭയം കൊണ്ടും പേടികൊണ്ടും കരഞ്ഞ കണ്ണുനീരിൽ മുക്കി നനച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലാ? പറഞ്ഞിട്ടില്ലേ നീ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുമ്പോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന അശ്ഹദു അന്ന ഹാദൽ അബ്ദൽ മുദ്നിബ ഖദ് അഗറഖനി ബിദ്ദമുഇ മിൻ ഖശിയതിക. നിന്നെ ഭയന്നൊരുക്ക ഈ അടിമ കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണീര് നനഞ്ഞ നനവ് എന്നിൽ കൊണ്ടിട്ടുണ്ട്. ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. ആ കണ്ണീരിൽ നനഞ്ഞ ഇമരോമമാണ് ഞാൻ. അതുകൊണ്ട് റബ്ബേ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല അല്ലാ. ഫയുനാദി മുനാദ്, അല്ലാഹുവിന്റെ പ്രഖ്യാപനം വന്നു. ഒരു മലക്ക് വിളിച്ചു പറയും, അലാ ഇന്ന ഫുലാന ബിൻ ഫുലാനിൻ ഖദ് നജാ മിനൻ നാർ ബിശഅറത്തിൻ വാഹിദത്തിൻ മിൻ അജ്ഫാനി ഐനൈഹി. അപ്പോൾ വിളിച്ചു പറയപ്പെടും, ഇവിടെ ഇന്നാലിന്ന ആളുടെ മകൻ ഇന്ന ആള്, ഇന്ന പേരുള്ള ആള് ഒരു ഇമരോമം നന്മക്ക് സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ സ്വർഗാവകാശിയായിട്ടുണ്ടേന്ന് മഹ്ശറയിൽ വിളിച്ചു പറയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഹയാത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ നാളുകളെ കുറിച്ചുള്ള ആലോചനയും ഇന്നലകളെ കുറിച്ചുള്ള ഒരു വിചാരണയും നമുക്ക് ഉണ്ടാവൽ വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.